ഹലോ. അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഏട്ടൻ്റെ മോൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞി വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ള. ഒരു ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ വീട്ടിൽ വെച്ചിട്ടാണ് ബർത്ത്ഡേ പാർട്ടി നടത്തുന്നത്. അപ്പോൾ ഈ ഒരു റൂം തന്നെയാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ, നമ്മളുടെ ബർത്ത്ഡേ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സെലിബ്രേഷൻസ് ഒക്കെ നടക്കുന്ന റൂമാണ്. അപ്പോൾ ഇതിൽ കുട്ടികളുടെ ടോയ്സും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ കുറച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനും എൻ്റെ സിസ്റ്ററിൻലോ ഒക്കെ ഇതിൻ്റെ പരിപാടീൻ്റെ തലേ ദിവസമാണ് വന്നത്. അപ്പോൾ ആകെ തിരക്കായി വന്ന ഉടൻ തന്നെ. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഡെക്കറേഷനും കാര്യങ്ങളുമാണ്. അപ്പോൾ അവർ വന്ന ഉടൻ ഡെക്കറേഷനാണ് തുടങ്ങിയത്. അപ്പോൾ ബലൂണും കാര്യങ്ങളൊക്കെ വെച്ച് കുഞ്ഞൊരു ഡെക്കറേഷനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനുള്ള ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ അവർ ഇൻസ്റ്റയിൽ നിന്ന് ഒരു പേജിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് നമ്മളെ തീമിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വേണ്ട അതിൽ ഫുൾ സെറ്റായിട്ടായിരുന്നു, വേറെ ഒന്നും എക്സ്ട്രാ വേണ്ടി വന്നില്ല. ബലൂൺസ് മാത്രമാണ് എക്സ്ട്രാ വാങ്ങിയിട്ടുള്ളത്. ബാക്കിയെല്ലാം ആ ഒരു സെറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇവർ വരുന്നപ്പോഴേ എനിക്കറിയാം അത്യാവശ്യം തിരക്കാവുന്നു. അപ്പോൾ അതിൻ്റെ തലേ ദിവസം തന്നെ നമ്മളുടെ ഒരു പ്രോഗ്രാം നടക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു സെറ്റപ്പും കാര്യമൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിരുന്നത്. ആദ്യം നമ്മൾ എന്തായാലും ഒന്ന് ഓയിൽ ചെയ്തിട്ട് ഷാമ്പൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടിയൊക്കെ ഒന്ന് സെറ്റായിരിക്കുമല്ലോ. അപ്പം ഇവരൊക്കെ വരുന്ന തിരക്കിന് മുമ്പേ ഞാൻ അതൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ മുടി നന്നായിട്ട് ഓയിൽ ചെയ്യാണ്. ഇത് പരിപാടീൻ്റെ 2 ദിവസം മുന്നേ. എപ്പോഴും നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു പ്രോഗ്രാം ആണെങ്കിലും നമുക്കൊന്ന് ഫ്രീ ആയിട്ടിരിക്കാം. അടുത്തതായിട്ടൊരു ബോഡി സ്ക്രബും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ കുറച്ച് ഉപ്പിൽ നമ്മളുടെ വെന്ത വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്തത് നമ്മൾ പുറത്തുനിന്ന് മാസ്ക് വാങ്ങി മുഖത്ത് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് പറ്റിയിട്ടുള്ളൊരു മാസ്കാണ്. നമ്മൾ കടലപ്പൊടിയിൽ ഒരിത്തിരി കസ്തൂരി മഞ്ഞൾ ചേർക്കുക. അതിൽ കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങളുടെ ഫേസിന് പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക കേട്ടോ. ഇങ്ങനത്തേതൊക്കെ അല്ലെങ്കിൽ മുഖത്ത് കുരു വരാനൊക്കെ ചാൻസ് ഉണ്ട്. അത് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ മുഖം നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല വെള്ളം ഒഴിച്ച് കഴുകി കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റായിട്ടൊരു ഫ്രഷ്നെസ്സും ഒരു ഗ്ലോവും കിട്ടും കേട്ടോ. ഇത് ഞാൻ പണ്ട് മുതൽക്കേ യൂസ് ചെയ്തിരുന്നൊരു മാസ്കാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു തലേദിവസമൊക്കെ പരിപാടിക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റണ നമ്മളെ DIY മാസ്കാണ്. മുടി ഇന്ന് ആകെ ഫ്രിസി ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ബി ബ്ലെൻഡിൻ്റെ ഇൻറ്റൻസ് മോയ്സ്ചറൈസർ ഷാംപൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്യാമെന്നുള്ളത്. ഇതിൽ ഹൊഹോബ ഓയിലുണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്. അതുകൊണ്ട് ഇത് ഫ്രിസ് കുറച്ചിട്ട് നമ്മളുടെ ഹെയർ നല്ല മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഷൈൻ ടോണിക് ഉണ്ട്. അപ്പോൾ നമ്മളെ മുടിക്കൊരു ഷൈനും കൂടെ ഇത് തരും. SLS ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്. അതേപോലെ തന്നെ ഈ ഒരു ഷാമ്പൂവിൻ്റെ റേറ്റ് വരുന്നത് 399 ആണ്. ആ ഒരു പ്രൈസിന് വേർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. സ്കാൽപ്പിൽ ഇപ്പോൾ ഡ്രൈനെസ്സും ഫ്ലേക്കിനെസ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഷാമ്പൂ നമുക്കത് ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു പ്രൊഡക്ട്സൊക്കെ ആമസോണിൽ, നൈക്കയിൽ, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതേപോലെ തന്നെ ഇന്ദു 2024 കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 20% ഓഫ് ഉണ്ടാവും അവരെ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മൾ നോർമൽ ഹെയർ നല്ല വെറ്റാക്കിയതിന് ശേഷം ഷാമ്പൂ ഞാൻ ഡയല്യൂട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. അതേപോലെ തന്നെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കണ്ടീഷണർ അപ്ലൈ ചെയ്യുക. ഒരു 10 മിനിറ്റ് ലീവ് ചെയ്തതിന് ശേഷം കഴുകി കളയാം. ഇതാണ് നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഹെയർ. ശരിക്കും ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഉണക്കിയിട്ട് ഞാനൊന്ന് കോമ്പ് പോലും ചെയ്തിട്ടില്ല. അപ്പോഴത്തേക്കും നല്ല നമുക്ക് കൈ വെച്ച് തൊടുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഹെയർ ഉണ്ടെങ്കിൽ നമുക്ക് അഴിച്ചിടാനും സുഖം, സോഫ്റ്റായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഡെക്കറേഷൻ്റെ കാര്യം നേരത്തെ പറഞ്ഞില്ല, അത് തലേ ദിവസം കുറച്ച് ഡെക്കറേഷൻസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായി. പിന്നെ ബാക്കിയൊക്കെ രാവിലെ എഴുന്നേറ്റിട്ടായിരുന്നു. പറഞ്ഞാൽ അവർ ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു വന്നപ്പോഴത്തേക്കും. ഈ ഒരു ഫ്ലെക്സ് പോലത്തെ സംഭവങ്ങളൊക്കെ ഇതുപോലെ ആ ഒരു പേജിൽ അവർ ചെയ്ത് തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ഇതുപോലെ ഫിക്സ് ചെയ്തു. പിന്നെ ചെറിയ ചെറിയ ഡെക്കറേഷൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു കാർഡൊക്കെ ഒട്ടിച്ചു. ശരിക്കും നമ്മൾ തന്നെ ഡെക്കറേഷൻ ചെയ്യുകയാണ് കേട്ടോ രസം. കാരണം അത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ, നമ്മൾ തന്നെ ഡെക്കറേഷൻ ചെയ്തിട്ട് അത് കാണാനൊക്കെ. അപ്പോൾ എനിക്കിഷ്ടം ഞാൻ തന്നെ ചെയ്യുന്നതാണ് ഇങ്ങനെ ബർത്ത്ഡേക്കൊക്കെ. അപ്പം ഇന്നത്തെ ഫുൾ ഡെക്കറേഷൻ ഏട്ടൻ്റെയും സിസ്റ്റർ-ഇൻ-ലോൻ്റെയും വകയായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് അവരെല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ടായി. പിന്നെ മക്കൾ 2 പേർക്കും മോൻ വന്ന സന്തോഷമായിരുന്നു. ഫുൾ കളിയായിരുന്നു എല്ലാവരും കൂടി.
അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഈവനിങ് ആയിരുന്നു കേട്ടോ പാർട്ടി. അപ്പം ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. കേക്ക് വേണോ നെവന്? എന്നാ പോയി എടുത്തോ കേക്ക്. കേക്ക് കട്ടിംഗ് ഒക്കെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത മെയിൻ പരിപാടിയാണ് ഫുഡ് കഴിക്കൽ. അപ്പം അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളിലൊക്കെ തിരക്കായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കുന്നതിൽ കോൺസെൻട്രേഷൻ എന്നുണ്ടെങ്കിൽ കുട്ടികളെ കാര്യം നേരെ തിരിച്ചിട്ടാണ്, ടോയ്സിലാണ് കേട്ടോ. ബർത്ത്ഡേക്കൊക്കെ കിട്ടുന്ന ഗിഫ്റ്റ് തുറന്നു നോക്കുക എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഒരു പ്രത്യേക സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് പിരിഞ്ഞു കേട്ടോ. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു പരിപാടിയായിരുന്നു. പക്ഷെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം അധികം ഞാൻ എൻ്റെ മക്കളുടെ ബർത്ത്ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്തിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പം മോൻ്റെ ബർത്ത്ഡേ ഇവിടെ നിന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ ഭയങ്കര സന്തോഷം. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.